ഉസ്ബെക്കിസ്ഥാനിലെത്തിയിട്ട് ഒരു മാസമായി. ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിലേക്കുള്ള വഴിയിലാണ്. ഇടയ്ക്കുന്നൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അങ്ങനെ കാറിൽ കയറ്റി പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഇടയ്ക്കുന്ന കള്ളിയിൽ നിന്നൊക്കെ ഇതാക്കി അങ്ങനെ പള്ളിയിലെത്തി. അവിടെ എല്ലാവരും വരുന്നവർക്ക് സ്വീകരണവും അവർക്ക് ഇഫ്താറിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാരക്കയും വെള്ളമൊക്കെ കിട്ടി. ഞാൻ അങ്ങനെ പള്ളിയിലോട്ട് കയറി. അവിടുന്ന് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സീറ്റിൽ കൊണ്ടുപോയി. അവിടുന്ന് ഞങ്ങൾ അറബിയിലൊക്കെ സംസാരിച്ചു, ഒരുമിച്ചിരുന്ന് ഒരുപാട് സംസാരിച്ചു. നേരത്തെ പരിചയപ്പെട്ട സുഹൃത്ത് എന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് എന്നെ നിർബന്ധിപ്പിച്ചു. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. നമസ്കാരം കഴിഞ്ഞു. അങ്ങനെ പോവുകയാണ്. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നടന്ന് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഇഫ്താർ പാർട്ടിയാണ്. വേറെ സുഹൃത്തും കൂടെ ഉണ്ട്. അദ്ദേഹത്തെ നേരത്തെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളവിടെ ടെൻറ്റിലെത്തി. വലിയ നോമ്പ് തുറയാണ്. ഏകദേശം 1000 പേരുണ്ട്. ഞങ്ങളവിടെ പല വ്യത്യസ്ത മജ്ലിസായിട്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. എല്ലായിടത്തും കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ സുപ്രയിലേക്ക് പോയി. ഒരു മജ്ലിസാണ്, കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഒരു പ്രത്യേകതയാണ് മജ്ലിസിൽ വെച്ചാണ് ഇങ്ങനെ നോമ്പ് തുറയൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ റൊട്ടി, അങ്ങനെ സ്വീറ്റ്സ് എല്ലാം ഉണ്ട്. റൊട്ടി അവരുടെ പ്രധാന വിഭവമാണ്. അങ്ങനെ മുറിച്ച് എല്ലാം കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഇരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞേരെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് പല കാര്യങ്ങളൊക്കെ കൈമാറി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രധാന വിഭവമാണ് സമൂസ. നമ്മുടെ നാട്ടിൽ സമൂസ എന്ന് പറയും, ഇവിടെ സൊംസ എന്ന് പറയും. ഇവിടുത്തെ നാഷണൽ ഫുഡാണ്. അത് എത്തി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. നോമ്പ് തുറക്കുക ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇങ്ങോട്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു ആരും പോകരുത്, ഇവിടെ പാർട്ടി ഫുഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ അവിടെ സംസാരിച്ചിരുന്നു. കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തു. പ്രധാന വിഭവം വരാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ നാഷണൽ ഫുഡാണ് പ്ലോഫ്. ഇത് മട്ടനാണ്. ഇതിൽ കടലയും കുറച്ച് നെയ്യൊക്കെ ഉള്ളൊരു വിഭവമാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ എല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്ന് 2 പേരൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡാണ്. നമ്മുടെ നാട്ടിൽ പുലാവ് എന്നൊക്കെ പറയുന്ന ഒരു തരം ഫുഡാണ്. ഇവിടെയാണ് അതിൻ്റെ ഒറിജിനൽ പ്ലോഫ് എന്ന് പറയാം. അങ്ങനെ എല്ലാവരും ഇത് കഴിച്ചു. അങ്ങനെ പിന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ എന്നുള്ള ഇവിടെ ഒരു ആതിഥ്യം ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു വല്ലാത്തൊരു സ്നേഹമാണ്. പിന്നെ ഇവരുടെ ഒരു പ്രാർത്ഥന, ഭക്ഷണത്തിന് മുമ്പും ശേഷമൊക്കെ ഒരു കൂട്ടുപ്രാർത്ഥന ഉണ്ടാവും. അതിലൊരാൾ ദുആ ചെയ്യും, മറ്റേയാൾ എല്ലാവരും കൂടെ ആമീൻ പറയാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. മറ്റു റൂമുകളിലൊക്കെ അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തൊക്കെ ഒരുപാട് മജ്ലിസുകളുണ്ട്. ചിലയിടത്ത് ടേബിളിലുണ്ട്. അധികം മജ്ലിസാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല വലിയ പാർട്ടിയായിരുന്നു. ഒന്നാമത്തെ നോമ്പ് തുറ തന്നെ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം.